ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഷോർട്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരു ആംബിയൻ ലൈറ്റ് സെറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ആ സമയത്ത് നമ്മൾ ഡ്രോപ്പ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മളന്ന് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, നമ്മൾ പിന്നീടത് നമ്മുടെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മൾ സ്ഥിരം നമ്മുടെ വണ്ടിയിൽ അക്സസറീസ് വരുന്ന ഷോപ്പിലെ ഓണർ പറഞ്ഞു സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുക, നമ്മുടെ ആംബിയൻ ലൈറ്റ് വാങ്ങിക്കുക, നമ്മൾ വണ്ടിയിൽ സെറ്റ് ചെയ്യുക. അതാണ് ഗൈസ്. അപ്പോൾ ആംബിയൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്യണം. അതായത് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൻ്റെ ഭാഗം മാത്രം സെറ്റ് ചെയ്യണം ആംബിയൻ ലൈറ്റാണ് ഗൈസ് ഞാൻ വാങ്ങിക്കുന്നത്. അപ്പം 1300 രൂപയുള്ളൂ എന്നാണ് നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പം ഇന്നിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതുകൊണ്ട് അതിനിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ അതിൻ്റെ ഒന്നും കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്ന് അവിടെ ചെന്ന് വെച്ച് നമുക്കറിയാം. വിവരങ്ങളെല്ലാം പുള്ളിയോട് ചോദിച്ച് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ബാക്കി ഉള്ള ഡീറ്റെയിൽസ് നമ്മളിനി അവിടെ ചെന്ന് വെച്ച് ഇടുന്നതാണ്. അപ്പോൾ അതുവരേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗൈസ്. മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് പറ്റാവുന്ന അത്ര നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ ഇനി നേരെ നമ്മൾ ആ ഷോപ്പിലിട്ട് പിടിക്കുക. അപ്പോൾ ഗൈസ്, നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആംബിയൻ ലൈറ്റിൻ്റെ വർക്ക് അവിടുത്തെ പണിക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബിയൻ ലൈറ്റ് അതിൻ്റെ സ്ട്രിപ്പിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡ് വരെ കറക്റ്റ് അവിടെ വരെ കിട്ടുന്നില്ല. കറക്റ്റ് അവിടെ വരെയുള്ള അളവില്ല. എന്നാലും നമ്മൾ പറ്റാവുന്ന അത്രയും രീതിയിൽ ഭംഗിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ആംബിയൻ ലൈറ്റിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ റിമോട്ട് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ അതായത് ആപ്പിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ആംബിയൻ ലൈറ്റാണ് ഗൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വാങ്ങിച്ച മറ്റേ അണ്ടർലൈറ്റിൻ്റെ കറക്റ്റ് അതേപോലെയുള്ള ഒരു റിമോട്ട് തന്നെയാണ് നമ്മുടെ ആംബിയൻ ലൈറ്റിനും വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആംബിയൻ ലൈറ്റ് നമ്മുടെ ഡാഷ്ബോർഡിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഡാഷ്ബോർഡ് മൊത്തത്തിൽ നമ്മൾ അഴിച്ച് പണിയേണ്ടി വരും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഡാഷ്ബോർഡ് അഴിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സ്ക്രീനും കൂടെ അഴിക്കേണ്ടി വരും. കാരണം അതിൻ്റെ ഫ്രെയിം അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുവാണ് ഗൈസ്. സ്വല്പം ടൈറ്റാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ അവസാനം ലാസ്റ്റ് നമ്മൾ ഡാഷ്ബോർഡ് ചെറുതായിട്ടൊന്ന് അഴിച്ച് ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സ്ട്രിപ്പ് അധികം കടത്തി വിടാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ആംബിയൻ ലൈറ്റിൻ്റെ സ്ട്രിപ്പിൽ ചെറിയ പശയും കാര്യങ്ങളും അതിനകത്ത് ഓൾറെഡി മറ്റേ ഡബിൾ സൈഡ് ടേപ്പ് പോലെ എന്തോ ഒരു ഇതുണ്ട്. അപ്പോൾ അത് കൂടി സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാഷ്ബോർഡിൽ നേരത്തെ നമ്മളങ്ങ് വയ്ക്കുകയാണ് ഗൈസ്. പശ ഒഴിച്ചിട്ടുണ്ട് ഒട്ടിക്കാനായിട്ട്.
അപ്പോൾ ഗൈസ് നമ്മൾ ഈ നമ്മുടെ ആംബിയൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതായത് നമ്മുടെ വണ്ടിയിൽ സ്റ്റോക്ക് വരുന്ന സിഗരറ്റ് ലൈറ്റിൽ കുത്തി വർക്ക്, അതായത് നമ്മുടെ സിഗരറ്റ് ലൈറ്റിൽ കുത്തി വർക്ക് ആവുന്ന ആംബിയൻ ലൈറ്റാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ആ മോഡൽ ആംബിയൻ ലൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വരുന്ന മറ്റേ സിഗരറ്റ് ലൈറ്ററിൽ നമ്മൾ കുത്തുന്നില്ല. പകരം നമ്മൾ എക്സ്ട്രാ ഒരു സിഗരറ്റ് ലൈറ്റർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങോട്ട് കുറഞ്ഞ വിലയുടെ ഒരു സിഗരറ്റ് ലൈറ്ററും അതിൻ്റെ കുറേ കണക്ഷനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ താഴെ അങ്ങനെ വലിയ തടസ്സമില്ലാത്ത രീതിയിലും പുറത്തുനിന്ന് കാണാൻ പറ്റില്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ വയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ ആംബിയൻ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പം നമ്മുടെ ഇതുവരെ ഫിറ്റ് ചെയ്ത് നമ്മുടെ വണ്ടിയിലോട്ട് കൊണ്ടുവന്ന എല്ലാ അക്സസറീസും ഒക്കെ വെച്ച് നോക്കുമ്പം ആംബിയൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി എന്താ ഇൻട്രസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് തോന്നി. അതായത് കൂടുതൽ ഭംഗിയായിട്ടും എന്തായാലും വെച്ചത് എന്തായാലും നന്നായി എന്ന് തോന്നി. പക്ഷേ ഇതിൻ്റെ ചെറിയ നെഗറ്റീവ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രശ്നം മാത്രമായിരിക്കും. മറ്റേ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. അതായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആംബിയൻ ലൈറ്റിൻ്റെ സ്ട്രിപ്പ്. അപ്പോൾ ഈ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമാണ് താന്ന് നിൽക്കണുള്ളൂ. ബാക്കി ഇവിടെയൊക്കെ പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഒരിക്കലും അവരുടെ മിസ്റ്റേക്ക് അല്ല, അതിപ്പോൾ ചെയ്ത അവരുടെ മിസ്റ്റേക്ക് അല്ല. ഇത് നമ്മുടെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഇരിക്കുന്ന ആ രീതിയിലായതുകൊണ്ടാണ് കണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. ആ രീതിയിലായതുകൊണ്ടാണ് ഗൈസ് ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള സ്പേസ് ഉള്ളൂ. പിന്നെ ഇവിടെ ഇച്ചിരി സ്പേസ് കൂടുതലുള്ളതുകൊണ്ട് ഇത് ഇവിടെ താന്നിരിക്കണം. അപ്പം പിന്നെ വേറെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അത് നെഗറ്റീവായിട്ടല്ല, ഇതിൻ്റെ ഇത് അത്ര ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതായത് ഈ സ്ട്രിപ്പിൻ്റെ നീട്ടം എന്ന് പറഞ്ഞത് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നോക്ക്, സ്ട്രിപ്പിൻ്റെ നീട്ടം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുള്ളൂ നീട്ടം. അതായത് ഈ എൻഡ് വരെ ഇല്ല. അതിപ്പോൾ 4500-ൻ്റെ ഇതിപ്പോൾ 1500 റേഞ്ചിൻ്റെ ആംബിയൻ ലൈറ്റ് ആണ്. അപ്പോൾ 4500-ൻ്റെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഈ എൻഡ് വരെ വരാൻ പാകത്തിനുണ്ടാകും. ഇപ്പോൾ 1500-ൻ്റെ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് വളഞ്ഞത് ഇവിടെ നമ്മുടെ ബോക്സിൻ്റെ ഇവിടെ വരാതെ ഇതിപ്പോൾ ബോക്സ് തുറക്കുമ്പോൾ മാത്രം ചെറിയ വൃത്തികേട് പോലെ ഉണ്ട്. പിന്നെ ഇത് ഇങ്ങനെ അല്ലാണ്ട് പിന്നെ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ വളച്ചെടുക്കാനോ അങ്ങനെയുള്ള സാഹചര്യം ഒന്നും പറ്റില്ല. അത് ഞാൻ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പം എന്തായാലും നമ്മൾ ആംബിയൻ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഇവിടെ നിന്ന് തൊട്ട് ഇവിടെ വരെയുള്ള, അതായത് ഡിഫറെൻറ്റ് മോഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ റിമോട്ടിലും കാര്യങ്ങളുണ്ട്. അത് കൂടാണ്ട് നമ്മൾ ആപ്പിലും കൂടിയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആംബിയൻ ലൈറ്റാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല 1500 അപ്പോൾ ഇത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ USB ആയിട്ട് കണക്ട് ചെയ്യണ ഇതിലാണ് വന്നേക്കണത്. നമ്മുടെ സിഗരറ്റ് ലൈറ്ററിൽ നിന്ന് USB ആയിട്ട് കണക്ട് ചെയ്ത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ കണ്ണ് ഇതിലിട്ടല്ല നമ്മൾ കണക്ട് ചെയ്തതാണ്. കാരണം കുറേ ഉണ്ട്. അതായത് DVR കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അണ്ടർ ലൈറ്റ് ഒക്കെ ഇതിലാണ് കണക്ട് ചെയ്തേക്കണേ. പിന്നെ ചാർജിങ് സോക്കറ്റ് ഒക്കെ ഇതിനകത്തായതുകൊണ്ട് അതും കൂടി വരുമ്പോൾ ഇച്ചിരി വൃത്തികേടാവുന്നതുകൊണ്ട് ഞാൻ അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ഇതിൻ്റെ അടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതാണ് ഇതായിട്ട് തോന്നിയുള്ളൂ. അതും പിന്നെ അതൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ വേറെ പ്രത്യേകിച്ച് പറഞ്ഞാൽ വേറെ ഇതായിട്ടില്ല നൈറ്റ്. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വിഷ്വല് നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഗൈസ്
അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ആംബിയൻ ലൈറ്റ് അറേഞ്ച് ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിർബന്ധമായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പറയാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തുള്ള കാർ റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം നാളെ അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ഗൈസ്. ബൈ.